గమ్యములేని ఓ బట్టసారిని నీతో ఉన్నాను భయములే అన్నావు. గమ్యములేని ఓ బట్టసారిని నీతో ఉన్నాను భయములే అన్నాను. నా శక్తి చేత కాదు నీ ఆత్మ దూరనే, నా శక్తి చేత కాదు నీ ఆత్మ దూరనే, వాగ్దానము నెరవేర్చి వారసుని చేశావు. వాగ్దానము నెరవేర్చి వారసుని చేశావు. యేసయ్యా యేసయ్యా నా యేసయ్యా, యేసయ్యా యేసయ్యా నా యేసయ్యా, యేసయ్యా యేసయ్యా నా యేసయ్యా, యేసయ్యా యేసయ్యా నా యేసయ్యా. నీతో గడిపే ప్రతిక్షణము ఆనంద బాష్పాలు ఆగవయ్యా. నీతో గడిపే ప్రతిక్షణము ఆనంద బాష్పాలు ఆగవయ్యా. కృపతలంచగా మేళ్ళు యోజించగా, కృపతలంచగా మేళ్ళు యోజించగా, నాగలమాగదు స్తుతించగా నిన్ను కీర్తించగా. యేసయ్యా యేసయ్యా నా యేసయ్యా, యేసయ్యా యేసయ్యా నా యేసయ్యా, యేసయ్యా యేసయ్యా నా యేసయ్యా, యేసయ్యా నా యేసయ్యా. ഹലോ പ്രൈസ് ലോർഡ്. എന്താണ് വിശേഷം? സന്തോഷമായിരിക്കുന്നു. പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞ വളരെ സന്തോഷം. രാവിലെ സന്ദേശങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ നല്ലൊരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ചിന്തിക്കുകയും പുതിയതായിട്ട് മനസ്സിലാക്കുകയും പഴയ കാര്യങ്ങൾ തന്നെയാണെങ്കിലും അതിനെ നമ്മുടെ തീരുമാനവും പ്രതീക്ഷയൊക്കെ ഒന്ന് പുതുക്കാൻ ദൈവം ഒരവസരം കൂടെ നൽകുന്ന പകലാക്കി ഇതിനെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ തീത്തോസിൻ്റെ ലേഖനം നമുക്കറിയാം, പാസ്റ്ററൽ എപ്പിസ്റ്റൽസിൽ ഒന്നാണ് തീത്തോസിൻ്റെ ലേഖനം. അപ്പോൾ ഈ തീത്തോസിൻ്റെ ലേഖനത്തിനകത്ത് തീത്തോസിനോട് പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുക. ആരും നീ ഇത് പറയുകയും ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ആരും നിന്നെ ഭിത്തിയിൽ ഒട്ടിക്കരുത്. സ്തോത്രം കേട്ടോ. നീ ഇതെല്ലാം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിൻ്റെ ലൈഫ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ എന്നെ നോക്കണ്ട, ഈ പ്രസംഗം ദൈവവചനം കേട്ടാൽ മതി എന്ന് പറയുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തി വെച്ചേര്. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി, അത് കളഞ്ഞേര്. തീത്തോസിനോട് പറയുകയാണ്, തീത്തോസെ പൂർണ്ണ ഗൗരവത്തോടെ നീ പ്രസംഗിച്ചോ, പക്ഷേ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊന്നുമല്ല, നീ ഇത് പറയുമ്പോൾ ആളുകൾ നിൻ്റെ നേരെ വിരൽ ചൂണ്ടരുത്, നിൻ്റെ നേരെ വിരൽ ചൂണ്ടരുത്. സ്തോത്രം. വലിയ തത്വമൊക്കെ ഈ ചില ആളുകളുണ്ട്, ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്, ഭയങ്കര ഭയങ്കര കാര്യങ്ങൾ. പക്ഷേ ഈ പറയുന്ന ആളുടെ ലൈഫിലോട്ട് നോക്കുമ്പോൾ കഴിയുമ്പം ചേടാ ഇതെന്നാ ഇങ്ങനെ ആയി പോകുന്നത്, നമ്മൾ പുട്ടിൻ്റെ പൊടിയാണല്ലോ ഇട്ടിട്ട് എന്നിട്ട് വരുന്നത് ഗോതമ്പിൻ്റെ പൊടിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പൊടി കിട്ടിയോ? ചില ആളുകൾ അങ്ങനെയാണ്, അവരെ വളഞ്ഞു പോയി. നൂർക്കാൻ പോയാൽ ഇനി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആരും നൂർക്കണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് വേണമല്ലോ എന്തെങ്കിലും. പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് രാവിലെ നമ്മുടെ ചിന്ത. ഞാൻ ആ വാക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുക, ഏത് മേലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം. അത് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ 2-ാം അധ്യായം മൊത്തം ഒന്ന് വായിക്കണം കേട്ടോ. വായിച്ച് 14-ാമത്തെ വാക്യവും വായിച്ചിട്ട് 15-ാമത്തെ
ആ ഒരു ചെറിയ കൊച്ചൊരു പാരഗ്രാഫായിട്ട് എഴുതിക്കുക. ഒരു 3 ലൈൻ ഒരു പാരഗ്രാഫാക്കി തന്നെ എഴുതി. പറയുകയാണ്, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം തീത്തോസേ. പ്രസംഗിക്കുക മാത്രമല്ല, പ്രബോധിപ്പിക്കണം, ശാസിക്കണം. ഉം. ഇത്രയും കാര്യം ഓക്കെയാണ്. ഇത്രയും കാര്യം ചെയ്തായിരുന്നെങ്കിൽ ആൾക്കാർ പറയും അത് അദ്ദേഹത്തെ പേപ്പിച്ചേക്കുന്ന കാര്യം, അത് പറയണം അല്ലേ? നമ്മളെല്ലാം പറയുന്നൊരു കാര്യം അത് അദ്ദേഹത്തെ, അത് ഉത്തരവാദിത്തപ്പെട്ടവർ. നമ്മളങ്ങനല്ല പറയും, ഉത്തരവാദിത്തപ്പെട്ടവർ. എനിക്ക് ഇന്നും പിടികിട്ടാത്തൊരു കാര്യം, ആരായി ഉത്തരവാദിത്തപ്പെട്ടവർ? ഈ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയുമ്പം ഈ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു മാർഗരേഖ ഇല്ലേ? എനിക്കറിയാൻ പാടില്ല ചോദിക്കുക, മാർഗരേഖ ഇല്ലേ? ശ്രദ്ധിച്ച്, ശാസിക്കാം, പ്രബോധിപ്പിക്കാം, പ്രസംഗിക്കാം. നല്ല കാര്യമാണ്. സ്തോത്രം, നല്ല കാര്യമാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണം. പക്ഷേ അടുത്തൊരു സെന്റൻസ് നോക്ക്, അടുത്തൊരു പദം ഇല്ലേ? മലയാളത്തിൽ പറയുന്നല്ലേ പദം. എന്നാ പദം? നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നാട്ടുകാർ നിന്റെ ദേഹത്ത് കാണിക്കരുത്, നിന്റെ ദേഹത്ത് ഉണ്ടാകരുത്. നാട്ടുകാർ നോക്കുമ്പോഴേ ഈ പറയുന്ന ആളുടെ ദേഹത്ത് അതുണ്ടാകരുത്. അവിടെ കൊടുത്തിരിക്കുന്ന നല്ലൊരു വേടാണ്, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. കണ്ടോ, തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ. ഒരു നല്ല, അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നല്ല ഒരു മാതൃക നമ്മിലുണ്ടാകണം. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, നമ്മളിൽ നിന്ന് തന്നെ എന്നാ മാതൃക ആൾക്കാർക്ക് കിട്ടുന്നത് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്നാ മാതൃക നമ്മൾ കാണിക്കുന്ന പരിപാടിയെല്ലാം ഓരോ 2 വർഷം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 3 വർഷമായിരിക്കും നമ്മുടെ കാലാവധി, അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കസേരയിലോട്ട് കയറാനുള്ള നമ്മുടെ ആ തത്രപ്പാടും ആ ഒരു പരിപാടി, ഇത് വരുന്ന തലമുറയ്ക്ക് എന്നാ മാതൃകയാ. എന്നാ മാതൃകയാ. ഞാൻ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു 2 വർഷമേ നിങ്ങൾ ആ കസേര ഇരിക്കാവൂ കേട്ടോ, അത് കഴിയുമ്പോൾ മാറിക്കൊടുക്കും. ഒരുപാട് പേരുണ്ടല്ലോ, ഇത് മാറത്തുമില്ല, അവിടെ അങ്ങ് അള്ളിപ്പിടിച്ച് എന്തു പറയുക, ഇതിൽക്കണ്ണിക്കൊക്കെ നാണക്കേടാ, അവർക്കൊക്കെ നാണക്കേടാ, അവരോടൊന്നും പറയണ്ട, അവരെയൊന്നും ഉദാഹരണത്തിനായി എടുക്കുന്നില്ല. ഒരു 2 വർഷം നിങ്ങളുടെ സംഘടന ആരും ഇല്ല, എനിക്കറിയാൻ പാടില്ല ചോദിക്കുക. ചില രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെയായി ഇന്ന് ദൈവസഭ. എനിക്കിത് പറയാൻ ഒരു മടിയില്ലെന്നേ. ഞാൻ ഇവരുടെ ആരുടെ ചെലവിലല്ല ജീവിക്കുന്നത്, ഞാൻ ഈ പുസ്തകം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചോ? എല്ലാവരും ചെയ്തേക്കണല്ലേ, ഞാനീ പറഞ്ഞതുപോലെ 2 വർഷം കഴിയുമ്പോൾ മാറിയേക്കല്ലേ. മാറത്തില്ല, ഒരു കാരണവശാലും മാറിയല്ല. അള്ളിപ്പിടിച്ച് നടക്കാൻ വയ്യെങ്കിലും ഒരുപാട് ചെറുപ്പക്കാർ, 10, 35, 40 വയസ്സുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഇതിനകത്തൊന്നും ഇല്ലേ? എനിക്കറിയാൻ പറ്റി ചോദിക്കുക. സ്തോത്രം. വഴി മാറിക്കൊടുക്കാനെന്ന്, അതാണ് നല്ല മാതൃക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കണ്ടിട്ട് എന്നാ മാതൃകയാണ് കിട്ടുന്നത്? എന്തെങ്കിലും ഒരു മാതൃക കിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരു മാതൃക കിട്ടുന്നുണ്ടോ? പറ, നിങ്ങൾ പറ. എഴുതി വെച്ച് നോക്കിയേ, ഭയങ്കര കാര്യങ്ങളൊക്കെ കയറി നിന്ന് പറയുന്നത്, പക്ഷേ ആൾക്കാർ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുക. വല്ല അറിയുന്നുണ്ടോ? സ്തോത്രം. എന്താ വിരൽ ചൂണ്ടുന്നേ? ഒന്നാമത്തെ കാര്യം, ഈ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയല്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കിട്ടിയില്ലെങ്കിൽ ആകെ ഒരു വിഷമ. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് ഈ വർഷം ചാലഞ്ച് ചെയ്ത് ചോദിക്കുക, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ കസേര ഇറങ്ങിപ്പോവാൻ? ധൈര്യമുണ്ടോ? ഇറങ്ങിയതുവാ. സ്തോത്രം. ഞാൻ അതിലോട്ട് അധികം കടക്കുന്നില്ല, കടന്നു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എങ്കിലും പറയട്ടെ, ആരും നിങ്ങളെ തുച്ഛീകരിക്കരുത്. കണ്ടോ, തുടങ്ങുന്നത് തന്നെ നിയമപത്യോപദേശത്തിന് 2-ാമത്തെ അങ്ങനെ തുടങ്ങുന്നത്, ചേരുന്നത് പ്രസ്താവിക്കുക,
വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിനും സ്നേഹത്തിനും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യത. എന്നാ ക്ലാരിറ്റി ആയിട്ടാണ് എഴുതിയേക്കുന്നത്, എന്നാ ക്ലാരിറ്റി ആയിട്ടാണ്. സ്തോത്രം. ഈ പ്രായമായ പയറുവിത്തെന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. പ്രായമായ പയറുവിത്ത് എന്ന് പറഞ്ഞാൽ എന്നാ അറിയോ, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഇവർക്കാകെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രായമായിപ്പോയെന്നുള്ളതാണുള്ളൂ. ആ പുസ്തകത്തിനത് അത് ആരുടെ പുസ്തകം എന്നറിയത്തില്ല, ഞാനത് ഒരുപാട് വർഷം മുമ്പ് വായിച്ചതാണ്. ഇവരെ എവിടെയും പാകമല്ല, അതാണ് പ്രശ്നം. പ്രായമായ പയറുവിത്ത്. സ്തോത്രം. അതാരെഴുതിയെന്നറിയത്തില്ല. ഞാൻ ആ പുസ്തകം ചെറുപ്പത്തിൽ, ഞാൻ പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വായനയ്ക്ക് ഒട്ടും കുറവില്ല. എതിലേ പോയാലും 4-5 പുസ്തകം മേടിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ച് വരാറുള്ളൂ. നല്ല പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കും, ഒരുപാട് പുസ്തകം. ഞാൻ പിന്നെ പുസ്തകം വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്ന പരിപാടിയില്ല. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും വായിക്കാൻ കൊടുത്തേക്കും. എൻ്റെ പുസ്തകം അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ആൾക്കാരുടെ കയ്യിലാണ്. സ്തോത്രം. അതൊന്നും ഞങ്ങളുടെ പുസ്തകം ഞാൻ തിരിച്ചു തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ട് വേറെ ആർക്കും കൊടുത്തേക്കുക. സ്തോത്രം. ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയരെ, നമ്മിൽ നിന്നൊരു നല്ല മാതൃക ആളുകൾക്ക് വേണം. ദാനിയേൽ നീലഗിരിയിൽ നിന്ന് ഒരു നല്ല മാതൃക വേണം. ഞാൻ ആ നല്ല മാതൃക കൊടുത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ പ്രസംഗം കൊണ്ട് എന്നാ ഗുണമുള്ളേ? നല്ല മാതൃക ഏറ്റവും, അത് ലോകത്ത് ജീവിക്കുമ്പോഴായിക്കോട്ടെ, നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നായിക്കോട്ടെ, ഏത് ഭാഗത്തു നിന്നും നമുക്ക് നല്ലൊരു സാക്ഷ്യം, നല്ലൊരു മാതൃക നമുക്കുണ്ടാകണം പ്രിയരെ. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രസംഗം ആളുകൾ കേൾക്കൂ. പ്രസംഗം ആളുകൾ കേൾക്കൂ. സ്തോത്രം. ഈ കാലേബിനെ പറഞ്ഞാണ് ഇവർ ആൾക്കാരെല്ലാം കയറി വരുന്നത്. എനിക്ക് പഴയതുപോലെ ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്, ഇതാ മാടയാ കോടയാന്നും പറഞ്ഞാൽ കയറി വരുന്നത്. സ്തോത്രം. എന്നാൽ നിങ്ങൾക്കറിയാവോ, ഈ നിങ്ങളുടെ കൂടെയുള്ള 90% ആൾക്കാർക്കും നിങ്ങളവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് താല്പര്യമില്ലാത്തവരാണ്. അവരെല്ലാം ചിരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. 90% ആളുകൾക്കും. അതുകൊണ്ട് ഈ വർഷം തന്നെ കസേര ഒഴിഞ്ഞിട്ട് വേറെ ആളെ കയറ്റിയിരുത്ത്, നല്ല ചെറുപ്പക്കാരെ 10, 40, 50 വയസ്സ് താഴെയുള്ളവരെ കയറ്റിയിരുത്ത്, പരിപാടി നല്ല ഉഷാറായിട്ട് മുമ്പോട്ട് പോകും. ഞാൻ ചില സഭകളുടെ ഒക്കെ ഇന്ത്യയിലുള്ളതല്ല, ഇന്ത്യക്ക് പുറത്തുള്ള പല സഭകളുടെ അവരുടെ ലീഡർഷിപ്പിനെ കുറിച്ച് ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സഭയുടെ ഞാനിങ്ങനെ കേട്ടത് ഇങ്ങനെയാണ്. അവർക്ക് ഏകദേശം 150 രാജ്യങ്ങളിൽ സഭകളുണ്ട്, 150 രാജ്യങ്ങളിൽ ചർച്ചകളുണ്ട്. ഇന്ത്യയിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. അപ്പോൾ അവരുടെ നേതാവ് 2 വർഷമേ ആ കസേര ഇരിക്കാൻ പറ്റൂ. ആ കസേര തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാൽ അവർ 12 ദേവദാസന്മാരുടെ ഒരു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാർ 12 പേര്, ആരാണ് അടുത്ത 2 വർഷം ഇരിക്കണം തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അതൊരു ലോക്കൽ പാസ്റ്റർ ആയിരിക്കാം. അദ്ദേഹം വരുന്നു, 2 വർഷം ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം തിരിച്ച് അതുപോലെ തന്നെ ലോക്കൽ ചർച്ചിൻ്റെ പാസ്സായിട്ട് പോകും, സാധാ ലോക്കൽ സഭയുടെ പാസ്സായിട്ട് പോകും. ഇങ്ങനെയുള്ള നല്ല മാതൃകകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. ആ സഭകളൊക്കെ പടാന്ന് വളരുന്നുമുണ്ട് എല്ലാ രീതിയിലും. ഞാൻ ഇതുപോലെ ഒരുപാട് സഭകളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എടുത്ത് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, വായിക്കണം, മനസ്സിലാക്കണം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സന്ദേശത്തേക്ക് വരട്ടെ. തർജ്ജനം ചെയ്യണം, ശാസിക്കണം, പ്രബോധിപ്പിക്കണം, പ്രസംഗിക്കണം. അപ്പോൾ തന്നെ ആരും നിന്നെ തുച്ഛീകരിക്കരുത് കേട്ടോ, എന്നെ തുച്ഛീകരിക്കരുത്. സ്തോത്രം. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് തിരിച്ചിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനചിന്തയ്ക്കായി സ്തോത്രം. എല്ലാ ലീഡേഴ്സിനോട് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ ഈ വർഷം അവരെയാണ് ദൈവമേ നീ കണ്ടിരിക്കുന്നത്. അവരെ ശക്തമായി പ്രവർത്തിപ്പാൻ ദൈവം അവർക്ക് ആരോഗ്യം ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം പുതിയ മുഖങ്ങൾ വരട്ടെ, പുതിയ ആളുകൾ വരട്ടെ. ഇതുവരെ ഇല്ലാത്തവരെ എല്ലാ കസേരയിലും പുതിയ ആളുകൾ വരട്ടെ. ഒറ്റ കസേരയും പല ആൾക്കാർ ആരും ഉണ്ടാകരുത്. എല്ലാ കസേരയിലും പുതിയ ആളുകൾ വരട്ടെ. അതിന് പുതിയൊരു സംവിധാനം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവസഭകൾ നിറയട്ടെ. ആമേൻ. ആരോഗ്യത്തോടെ ബലത്തോടെയുള്ള അനേക ദൈവദാസന്മാരെ ദൈവം നിലനിർത്തണമേ. ആമേൻ. പ്രായമായ എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം. നല്ല ആരോഗ്യം കൊടുക്കണം, ബലം കൊടുക്കണം, ശക്തി. അവരുടെ യാത്ര ദൈവം ശാന്തി ഉണ്ടാകണം. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവസഭയ്ക്ക് പ്രയോജനമായി തീരണം. ദൈവം അനുഗ്രഹിക്കണമേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, പിന്നെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയോ?
ഏ? വിഷമം തോന്നിയോ? സാരമില്ല, നല്ല തീരുമാനങ്ങൾ വരട്ടെ, നല്ല ആ, നേതൃത്വത്തിൽ നല്ല ആളുകൾ വരട്ടെ. നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഇരിക്കുന്നവർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആളുകൾ മാറി മാറി വരട്ടെ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, 10ഉം 500ഉം 600ഉം പാസ്റ്റർമാരുണ്ടല്ലോ അവിടെ. എല്ലാവർക്കും അവസരങ്ങളും കിട്ടട്ടെ, എല്ലാവരും വരട്ടെ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വായിൽ അറിയാതെ വന്ന വാക്കാണ്, ഓരോ വർഷവും പുതിയ മുഖങ്ങൾ, പഴയ മുഖങ്ങളെല്ലാം ഫീൽഡിലോട്ട് പോട്ടെ, പുതിയ മുഖങ്ങളെല്ലാം ഓഫീസിലോട്ട് വരട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നടക്കും. ദൈവം എന്തെങ്കിലും വഴിയുണ്ടാക്കി, ദൈവത്തിൻ്റെ സഭയല്ലേ, ദൈവം അത് ചെയ്തോളൂ. നമുക്ക് പ്രാർത്ഥനയോടെ ആമേൻ, സ്തോത്രം. നല്ല നാളേക്കായി കാത്തിരിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട്